നെക്സ്റ്റ് ടോപ്പിക് വെബ് സെർവർ. എപ്പോഴും ഒരു വെബ് ബ്രൗസറിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ് അത് അവിടെ വെബ് സെർവറിൻ്റെ റോൾ എന്ന് നോക്കാം. വെബ് ബ്രൗസറിലൂടെ നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ആ HTTP റിക്വസ്റ്റ് എന്നാണ് അതിനെ പറയുന്ന പേര്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിലൂടെ എത്തുന്ന റിക്വസ്റ്റ് വെബ് സെർവറാണ് അത് ആക്സെപ്റ്റ് ചെയ്യണത്. അതിനുശേഷം വെബ് സെർവറിൽ നിന്നും യു ആർ ഗെറ്റിംഗ് എ റെസ്പോൺസ്. നമുക്കൊരു റിപ്ലൈ, ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചോദിച്ചത് അതാണ് നമുക്കവിടെ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല വെബ് സെർവറാണ്. ചില സമയത്ത് ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സെർവറിൽ ലാഗ് വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് എ വെബ് സെർവർ, ഫാസ്റ്റായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുക, സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഈസി യൂസർ ഇൻ്റർഫേസ്, യൂസറിന് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കുക, അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ അതുപോലെ നെറ്റ്വർക്ക് ട്രാഫിക് ഇല്ലാതെ വിർച്വൽ ഹോസ്റ്റിങ്ങിലൂടെ, ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് നമുക്കൊരു വെബ് സെർവറിന് പറയാൻ സാധിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഒരു വെബ് സെർവറിൻ്റെ ഫങ്ഷൻസ്? ഏറ്റവും മെയിനായിട്ട് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുക സെക്യൂർ ആയിട്ടുള്ള ഡേറ്റ, അതേപോലെ എൻഡ് യൂസർ റിക്വസ്റ്റ്. എൻഡ് യൂസർ ആരാണ്? നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചോദിക്കുന്ന റിക്വസ്റ്റ് കറക്റ്റായിട്ട് റിപ്ലൈ തരിക, അതായത് നമുക്ക് വേണ്ടത് നമുക്ക് തരിക എന്നർത്ഥം. പ്രൊവൈഡ് വെബ് ഡാറ്റ ആക്സസ്, മറ്റുള്ള പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനും നമ്മളെ സഹായിക്കുക. നെറ്റ്വർക്ക് ട്രാഫിക് ഇല്ലാതെ നമുക്ക് വേണ്ട റിക്വസ്റ്റുകളെല്ലാം റെസ്പോൺസ് തരിക, പ്രോസസ്സ് ചെയ്യുക, ഇതെല്ലാം വെബ് സെർവറിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി എക്സാമ്പിൾ എന്താണ്? അപ്പാച്ചെ വെബ് സെർവർ, അപ്പാച്ചെ ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്തത്. അതേമാതിരി IIS, ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്, ഇതുപോലുള്ള വെബ് സെർവറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വെബ് സെർവർ ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ with which we are able to access the data from the websites. So here HTTP response and HTTP request are both equally important.